പലപ്പോഴും നമ്മുടെ പ്രാണനെ പോലും ഇല്ലായ്മ ചെയ്യുവാൻ ചില തടസ്സങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, മാനസിക പിരിമുറുക്കങ്ങൾ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും അകത്ത് ഒരു ചോദ്യം ഉന്നയിച്ചിട്ട് മരണം കാത്തു കിടക്കുന്ന ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. പ്രാണനെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റ് നടക്കരുത്, സ്വസ്ഥത ഉണ്ടാകരുത്, ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു പൈശാചിക ശക്തി നിങ്ങളുടെ പുറകിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ? നാളെ നേരം വെളുക്കരുത്, നാളെ നേരം വെളുത്താൽ ഞാൻ ഈ ഭൂമി കാണരുത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ എന്ന് ചോദിച്ച് മനസ്സ് തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളോടാണ് ഇന്നത്തെ സന്ദേശം. ഇത് മുടങ്ങാതെ നിങ്ങൾ ഇന്ന് രാവിലെ കേൾക്കുക. ഈ വാക്യത്തിൽ കൂടെ, ഈ ചെറിയ സന്ദേശത്തിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും ദൈവം നൽകിത്തരും. പ്രാണന് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തികൾ പ്രാണനെ തകർക്കാൻ, മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ, ജീവനെ തകർത്ത് കളയാൻ പിശാച് ഒരുക്കി വെക്കുന്ന കെണികളും തന്ത്രങ്ങളും അവയിൽ കുടുങ്ങിപ്പോകാതെ ജീവിക്കാൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആധാരമായി ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം തരാം. ആ വാക്യം ഇങ്ങനെയാണ്. 121 സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ, എന്നെ നിങ്ങളൊന്ന് കേട്ടെ. ആ വാക്യം ഇങ്ങനെയാ: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. എത്ര മനോഹരമായ ഒരു വാക്യം! നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുന്ന, എന്തോ നാളെ നമുക്കൊരു പ്രതീക്ഷയുണ്ടെന്ന് നമ്മെ തോന്നുമാറാക്കി ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ഇന്ന് നമുക്ക് പരിശുദ്ധ ആത്മാവ് തന്നിരിക്കുന്നത്. ആ വാക്യത്തിൽ 2 കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ദോഷം വരുത്താൻ നോക്കുന്ന ശക്തികൾ, ദോഷം വരുത്തി നമ്മുടെ ജീവിതത്തിൽ നാശവും നഷ്ടവും കഷ്ടവും വരുത്താൻ നോക്കുന്ന ചില ദുർശക്തികൾ, അതുനിമിത്തം വീടിനകത്ത് ദോഷം, മക്കളിൽ ദോഷം, ജനനത്തിൽ ദോഷം, വളർച്ചയിൽ ദോഷം, ജോലിയിൽ ദോഷം, വാഹനങ്ങളിൽ ദോഷം എന്ന് പറയേണ്ട പല നിലയിലുമുള്ള ദോഷങ്ങൾ കൊണ്ട് ജീവിതം പൊറുതിമുട്ടിയിരിക്കുന്ന ആളുകൾ എനിക്കറിയാം. പലപ്പോഴും അവർ പറയുന്നൊരു കാര്യമുണ്ട്: വല്ലാത്ത സമയമാ, വല്ലാത്ത ദോഷമാ, എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയത്തില്ല. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ക്രിസ്തു പൈതലാണെങ്കിൽ, ക്രിസ്തുവിനെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന, കർത്താവിന് വീണ്ടെടുക്കപ്പെട്ട, കർത്താവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭൂമി ദോഷങ്ങൾ നിറഞ്ഞതാ, സത്യമാ. പിശാച് ഇതിനെ അടക്കി വാഴുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ദോഷങ്ങളുണ്ട്. നമ്മുടെ 4 വശത്തും, നമ്മൾ ഈ വീടിരിക്കുന്ന സ്ഥലത്തും, നമ്മൾ പോയി നിൽക്കുന്ന സ്ഥലത്തും എല്ലാം ദോഷങ്ങളുണ്ട്. പക്ഷേ ആ ദോഷങ്ങൾ ഒന്നും നമ്മളെ തൊടുകയില്ല, ആ ദോഷങ്ങളൊന്നും നമ്മെ സ്പർശിക്കത്തില്ല. കാരണം ഇയ്യോബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിന് മുമ്പ് ബുക്കിൽ എഴുതിപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ ദൈവത്തിന്റെ ദാസനായ ഇയ്യോബിനെ ദോഷം വരുത്താൻ പിശാചു ചെന്നില്ലെന്നല്ല, ചെന്നെന്നാ. അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത്, ഞാൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ച് വരികയാണ്. അപ്പോൾ ദൈവം ചോദിക്കുന്നു, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ദോഷം ചെയ്യാൻ വേണ്ടി നീ തുടങ്ങിയോ? ചിന്തിച്ചോ? പോയോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെ ഞാൻ അവൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെ അവൻ്റെ മേൽ കണ്ണുവെക്കും, ഞാൻ എങ്ങനെ ദോഷം വയ്ക്കും, ഞാൻ എങ്ങനെ അവനെ തകർക്കും? റീസൺ, അതിനുള്ള കാരണം, ദൈവം ഇയ്യോബിനും ഉള്ളതിനെയും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ എന്തോ ചെയ്തിട്ടുണ്ട്,
വേലി കെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. അത് പഴയ നിയമത്തിലാണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് പഴയ നിയമത്തിലല്ല, ഓൾഡ് ടെസ്റ്റ്മെന്റിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിലാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് വേലി കൊണ്ട് ഒരു ഭക്തനെ ദൈവം സൂക്ഷിക്കുന്നെങ്കിൽ, പരിശുദ്ധ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നു, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും, അവൻ നിങ്ങളെ എന്തോ ചെയ്യും, സകല സത്യത്തിലും വഴി നടത്തും. ദോഷങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കേണ്ടതിന്, സകല ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റേണ്ടതിന്, സത്യത്തിൽ ദൈവം നിങ്ങളെ നടത്തേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ മുദ്ര കൊണ്ട് നിങ്ങളെ കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്നത്തെ ഈ ദിവസത്തെ ദൂത് ഞാൻ പറയട്ടെ. നിങ്ങളിലോ നിങ്ങളുടെ മക്കളിലോ അവരുടെ വിദ്യാഭ്യാസത്തിലോ ഭാവിയിലോ, നിങ്ങളിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ നിങ്ങളുടെ കുടുംബജീവിതത്തിലോ, നിങ്ങളിലോ നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിലോ നിങ്ങളുടെ അഭിവൃദ്ധിയിലോ ഏതെങ്കിലും നിലയിൽ പിശാച് ദോഷം വരുത്താൻ നിനക്കെതിരെ കഴുകൻ വട്ടമിട്ട് പറക്കുന്നത് പോലെ വട്ടമിട്ട് പറക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ കൊത്തി വലിച്ച് കീറിക്കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിങ്ങൾക്കെതിരെ നിൽക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ശക്തവും വ്യക്തവുമായ ദൂത് പറയാ, ഒരു ദോഷവും നിനക്ക് തട്ടില്ല. മാത്രമല്ല, നിന്റെ പ്രാണനെ അവിടുന്ന് പരിപാലിക്കും. നിങ്ങളുടെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാണനെ തൊടാൻ ഒരു ശക്തിക്കും ദൈവം അനുവദിച്ചു കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, നീ അവന്റെ വസ്തുവകകളെ തൊട്ടു, അവന്റെ മക്കളെ നീ തൊട്ടു, അവന്റെ ദാസന്മാരെ നീ തൊട്ടു, അവന്റെ മൃഗസമ്പത്തുകളെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്രോതസ്സുകളെയും, അവന്റെ ഭൗതിക മേഖലകളെ എല്ലാം നീ തൊട്ടു, സ്കിന്നെ തൊട്ടു. പക്ഷെ പ്രാണനെ മാത്രം തുടരുത്, പ്രാണനെ മാത്രം തുടരുത്. ഇന്ന് രാവിലെ പ്രാണന് വിരോധമായി, പ്രാണനെ നശിപ്പിക്കുവാൻ, ജീവനെ എടുത്തു കളയുവാൻ, കൊന്നുകളയുവാൻ, പ്രായത്തിന് അപ്പുറമായി, പ്രായം തികയുന്നതിന് മുമ്പായി നടുക്കിട്ട് എവിടെയോ ഇട്ട് നിങ്ങളെ ഒതുക്കാൻ, നിങ്ങളെ ശവപ്പെട്ടിക്കകത്ത് വെക്കാൻ, നിങ്ങളുടെ മൂക്കിൽ പഞ്ഞി വെക്കാൻ, നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ, മരണത്തിന്റെ പാശങ്ങളിലേക്ക് നിങ്ങളെ വലിച്ചെറിയാൻ പ്രാണനെ നിങ്ങൾക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ആ ദുഷ്ടശക്തിയെ നോക്കി ഞാൻ ഇന്ന് രാവിലെ ദൂത് പറയട്ടെ. തമ്പുരാന്റെ കരം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇയ്യോബിനെ സംരക്ഷിച്ചതുപോലെ നിങ്ങളുടെ പ്രാണനെയും ദൈവം സംരക്ഷിക്കും. ഒരു പ്രാണനും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല, നിങ്ങളുടെ ജീവൻ നഷ്ടമാകുകയില്ല. നിങ്ങളെ നശിപ്പിക്കാൻ ദൈവം സാത്താന് അനുവാദം കൊടുക്കുകയില്ല. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കുന്നവനാണ്. പരിപാലിക്കുന്നൊരു ദൈവമുണ്ട് പ്രിയരെ. ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കും. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക, അത് നമ്മുടെ സ്വാഭാവിക കാര്യമാണ്. നമ്മൾ ബ്രഷ് ചെയ്യും, നമ്മൾ കുളിക്കും, നമ്മൾ ഒരുങ്ങും, നല്ല ഡ്രസ്സ് ധരിക്കും. എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ നന്നായിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രഷ് ചെയ്ത്, നമ്മൾ കുളിച്ച്, നമ്മൾ ഒരുങ്ങി, നമ്മുടെ മുഖത്ത് പൗഡറൊക്കെ ഇട്ട്, സ്പ്രേ ഒക്കെ അടിച്ച്, മുടിയൊക്കെ ചീകി പരിപാലിച്ച് നമ്മുടെ ഈ ശരീരത്തെ, ഈ 6 അടി 5 അടി 5.25 അടി ഒക്കെ ഹൈറ്റുള്ള, വണ്ണവും ഒക്കെ ഉള്ള നമ്മുടെ ഈ ശരീരത്തെ ഓരോ ദിവസവും പരിപാലിച്ച് സൂക്ഷിച്ച് നമ്മൾ കൊണ്ടുപോകുന്നത് എത്ര സുരക്ഷിതമായ നിലയിലാണ്. അങ്ങനാണെങ്കിൽ ഈ കാണുന്ന പുറത്തെ മനുഷ്യനെ ഇത്രത്തോളം പരിപാലിച്ച് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുപോകുന്നെങ്കിൽ, ചെളി പിടിക്കാതെ, മുറിവ് സംഭവിക്കാതെ, നഷ്ടങ്ങൾ വരാതെ നമ്മൾ നമ്മളെ തന്നെ പരിപാലിക്കുന്നെങ്കിൽ, നമ്മളൊരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവമാണ്. നമ്മൾ മരിച്ചു പോകാതിരിക്കും നമ്മുടെ കഴിവല്ല, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കും നമ്മുടെ കഴിവല്ല. നമ്മുടെ കഴിവിനൊത്തവണ്ണമാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും മെഡിക്കൽ കോളേജിന്റെ വാർഡിലോ വരാന്തയിലോ ICUയിലോ കിടക്കണം. നമ്മൾ നമ്മളെ തന്നെ പരിപാലിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും തകർച്ചയ്ക്കകത്ത് കീറിയ വസ്ത്രം ധരിച്ച്, ആഹാരം കഴിക്കാനില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ പട്ടിണിക്കോലമായി നടക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ഒരു ദൈവം,
അതതിൻ്റെ സമയത്ത് അതത് ഭംഗിയായി ചെയ്യുന്ന ദൈവം, ആഹാരം തരുന്ന ദൈവം, വെള്ളം തരുന്ന ദൈവം, വസ്ത്രം തരുന്ന ദൈവം, കുടുംബത്തെ പരിപാലിക്കുന്ന ദൈവം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധി കൊടുക്കുന്ന ദൈവം, നമുക്ക് ആവശ്യമായ പണം തരുന്ന ദൈവം, നമ്മുടെ വീടിനെ പരിപാലിക്കുന്ന ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടത് ഭൗതികം മാത്രമല്ല, ഓരോ ദിവസവും നമുക്ക് വേണ്ട പ്രാണനെ കൂടെ ഒരുക്കിയെടുത്ത് ആരോഗ്യമുള്ള ഹെൽത്തിയായ ഒരു ശരീരം കൂടെ തരുന്നതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നു, തൻ്റെ ഭക്തന്മാർക്കും അവൻ ഉറക്കത്തി കൊടുക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നാളേക്ക് വേണ്ട പ്രാണന് വേണ്ട ശരീരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു തരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ പ്രാണനെ ദൈവം പരിപാലിക്കും. നിങ്ങളുടെ ആയുസ് ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിനെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടാകും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ കൊല്ലും, ഭൂമിയുടെ മുഖത്ത് നിങ്ങളെ കാണിക്കില്ല, ഈ വർഷത്തിന്റെ അവസാനം തികയുന്നതിന് മുമ്പ് നിങ്ങൾ നശിച്ചു പോകും എന്ന് പറഞ്ഞ് മനുഷ്യനും പിശാചും ഒരുമിച്ച് നിങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്നുണ്ടാകും. പക്ഷെ ആ വെല്ലുവിളിയുടെ മുമ്പിൽ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ ദീർഘക്ഷമയാണ്, ദൈവത്തിന്റെ സംരക്ഷണമാണ്, പ്രാണനെ പരിപാലിക്കുന്ന പരിപാലനമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്നു, നമ്മുടെ പ്രാണനെ ദൈവം എന്ത് ചെയ്യും? പരിപാലിക്കും. സദൃശവാക്യം 21:23 ആമേൻ എന്താണ്, എവിടെ നിന്നാണ് നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കും ഇങ്ങനെയാണ്, കഷ്ടങ്ങളിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് നമ്മുടെ പ്രാണനെ പരിപാലിക്കും. ജീവിതത്തിൽ കയറി വരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും തിരമാലയ്ക്ക് തുല്യമായി വാ പിളർന്ന് നമുക്ക് നേരെ കടന്നു വരുമ്പോൾ, ഏറി വരുന്ന കഷ്ടതകൾക്കകത്ത് നമ്മൾ നശിച്ചും മരിച്ചും സൂയിസൈഡ് ചെയ്തും നശിക്കാതെ ഇരിക്കാൻ, നമ്മളെ തന്നെ നമ്മുടെ പ്രാണനെ നശിപ്പിക്കാതിരിക്കാൻ പ്രാണനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ 21:23 നമ്മൾ വായിക്കുന്നത്. മറ്റൊരു വാക്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാമത്തെ അധ്യായമാണ്. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനിന്ന് വായിച്ച് കേൾപ്പിക്കാം. വാക്യം ഇങ്ങനെയാണ്, യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, യഹോവയെ സ്തുതിപ്പീൻ, അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാണനെ വിടുവിച്ചിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവം ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രാണനെ വിടുവിക്കും. ആദ്യം നമ്മൾ ചിന്തിച്ചത് സദൃശവാക്യത്തിൽ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുമെന്നാണെങ്കിൽ, ഇവിടെ എഴുതിയിരിക്കുകയാണ് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് പ്രാണനെ രക്ഷിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ വളർന്നും ഏതൊക്കെ നിലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കെതിരെ ആരെഴുന്നേൽക്കും? ദുഷ്ടൻ എഴുന്നേൽക്കും. പ്രിയരെ, ഒരു പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. നിനക്കൊരു വളർച്ചയുണ്ടെങ്കിൽ നിനക്കൊരു ദുഷ്ടന്റെ പോരാട്ടവും നിന്റെ ഒപ്പം കാണും. എന്നാൽ ആ ദുഷ്ടന്റെ പോരാട്ടത്തിൽ നിങ്ങൾ തകരരുത്. ഒരു കുന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ കയറാതിരിക്കുന്നില്ല, നമ്മൾ ആ കുന്ന് കയറും. അതുകൊണ്ട് ആ കുന്ന് കയറിയത് കൊണ്ടാണ് പിന്നെ താഴ്ചയിലേക്ക് ഇറങ്ങാൻ പറ്റിയത്. ഒരു പകൽ ഉള്ളത് കൊണ്ടാണ് രാത്രി ഉള്ളതും, രാത്രി ഉള്ളത് കൊണ്ട് പകലുള്ളതും. രാത്രിയുണ്ട് എന്നുള്ളത് കൊണ്ട് പകൽ നമ്മൾ വേണ്ടെന്ന് വെക്കില്ല. ആ പകല് മൊത്തം നീ ജീവിച്ചത് കൊണ്ടാണ് രാത്രി കാണാൻ പറ്റിയത്, അല്ലെങ്കിൽ രാത്രി മൊത്തം നീ അനുഭവിച്ചത് കൊണ്ടാണ് ഒരു പകല് കണ്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവസന്നിധി പറയാം, നിനക്കൊരു അനുഗ്രഹമുണ്ടെങ്കിൽ നിന്റെ പുറകിൽ ദുഷ്ടന്മാരുണ്ട്, നിനക്കൊരു ഉയർച്ചയുണ്ടെങ്കിൽ നിന്റെ പുറകിൽ പോരാട്ടമുണ്ട്, നിങ്ങൾക്കൊരു വളർച്ചയുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ വെല്ലുവിളിയുണ്ട്, നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചിരുത്തുന്ന ശക്തികളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ യഹോവയ്ക്ക് പാട്ടുപാട്, നിങ്ങൾ യഹോവയെ സ്തുതിക്ക്, ദുഷ്ടന്റെ കയ്യിൽ നിന്നും ദരിദ്രന്റെ പ്രാണനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിൽ നിങ്ങളുടെ പ്രാണനെ പരിഹരിക്കാൻ കഴിയാതെ, പ്രാണനെ നിയന്ത്രിക്കാൻ കഴിയാതെ വല്ലാത്ത പോരാട്ടങ്ങളിൽ കൂടെ BP ഹൈ ആയി, മാനസിക നിലകൾ തെറ്റി എങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയാൻ കഴിയാതെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാകും. നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്കാനിങ് എല്ലാം നടത്തി, എല്ലാ ബ്ലഡ് ടെസ്റ്റ് നടത്തി, ECG എടുത്തിട്ടും ബ്ലഡിന്റെ സകല കൗണ്ട് നോക്കിയിട്ടും കൾച്ചർ നോക്കിയിട്ടും ഒരു രോഗവുമില്ല. പക്ഷെ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, കിടക്കയിൽ നിനക്ക് പൊങ്ങാൻ പറ്റുന്നില്ല, കിച്ചണിൽ പണിയെടുക്കാൻ പറ്റുന്നില്ല, പറമ്പിൽ പോയി കൂന്താലി വെച്ച് കിളച്ച് 10 കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ല. 10 സ്റ്റെപ്പ് നടക്കുമ്പോൾ നിന്നെ കിതയ്ക്കുകയാണ്, വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുകയാ. ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, കാഷ്വാലിറ്റി പോയി അഡ്മിറ്റ് ആകുന്നു, ആ ഡോക്ടറിനെ കാണുന്നു, മെഡിസിൻ കഴിക്കുന്നു.
പക്ഷെ ജീവിതത്തിൽ നോക്കുന്ന ടെസ്റ്റുകളെല്ലാം നോർമലാണ്, അതെല്ലാം നെഗറ്റീവാണ്. നിന്റെ പ്രാണനും വിരോധമായി നിൽക്കുന്ന ആ പൈശാചിക മണ്ഡലമുണ്ടല്ലോ, നിന്നെ നശിപ്പിക്കുമെന്ന് പറയുന്ന, പോരാടുമെന്ന് പറയുന്ന, ആഴ്ചകൾ തികയ്ക്കത്തില്ല, മാസങ്ങളുടെ എൻഡ് കാണാൻ അനുവദിക്കില്ല, വർഷത്തിന്റെ എൻഡ് കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രാണനോട് പോരാടുന്ന പോരാട്ടമുണ്ടല്ലോ. ഇന്ന് രാവിലെ ദൈവാത്മാവിനെ പ്രവചിച്ചു പറയുകയാ, ആ പ്രാണനോട് പോരാടുന്ന പോരാട്ടത്തിനകത്തുനിന്ന് നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ ജീവിതത്തിൽ തകർച്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. ഇസബേലും ആഗാബും ഒരുമിച്ച് നിന്നിട്ട് ഏലിയാവോട് പറഞ്ഞു, നാളെ ഈ സമയമാകുമ്പോൾ ആ പ്രവാചകന്മാർ ഒരുവനെ പോലെ നിന്നെ ഞങ്ങൾ വാളുകൊണ്ട് കൊല്ലും. എന്ന ദൈവത്തിന്റെ ദാസന്റെ മുഖത്ത് നോക്കി ആളെ പറഞ്ഞു വിട്ടേക്കുകയാണ്, ഇസബേല് പ്രാണനെ എടുക്കുമെന്ന്, എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊല്ലുമെന്ന്, കുത്തിക്കൊല്ലുമെന്ന്. ആ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ നിന്നെയും കൊല്ലുമെന്ന് ആരോടാ പറയുന്നേ? ദൈവത്തിന്റെ അഭിഷിക്തനോടാ പറയുന്നേ. ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ വിളിച്ചു പറയാം, ചില ഇസബേലുമാര്, ചില ആഗാബുമാര് നിന്റെ പ്രാണനെ നശിപ്പിക്കുവാൻ ജീവനോടെ ഭൂമിയിൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, മുഖത്ത് നോക്കി പറയുന്ന ശക്തിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ ഏലിയാവിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി അടയും വെള്ളവും കൊടുത്തു ദൂരയാത്രയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചു. മറുവശത്ത് ഇസബേല് താഴെ വീണ്, ഉയരത്തിൽ നിന്ന് താഴെ വീണ് അവൾ ചിന്നിച്ചിതറി, അവിടെ രക്തം നായ്ക്കൾ കുടിച്ചു നക്കി എന്ന് വായിക്കുന്നു. ഇന്ന് രാവിലെ ആത്മാവി പറയാ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിനക്ക് ഫലിക്കയില്ല. ദൈവസന്നിധി നിലനിന്നാ മതി, ഒരു ദോഷവും നിന്നെ തട്ടുകയില്ല. ഏത് ഇസബേലിന്റെ ശക്തിയാണെങ്കിലും, ഏത് ആഗാബിന്റെ കുതന്ത്രങ്ങളാണെങ്കിലും തന്ത്രങ്ങളാണെങ്കിലും, ദൈവത്തിന്റെ പൈതലായി നിൽക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിന് ദൂതൻ ഇറങ്ങിയിട്ട് അതിനെ തട്ടി മാറ്റി കളഞ്ഞിട്ട് നിന്നെ ഓടിച്ച് നയിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിന്റെ പ്രാണനെ പരിപാലിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പാതി വഴിയിലിട്ട് ആക്സിഡന്റ് ഇട്ട്, രോഗമിട്ട്, ക്യാൻസർ ഇട്ട്, ബ്രെയിൻ ട്യൂമർ ഇട്ട്, ജീവിതത്തിൽ പല തകർച്ചകളിട്ട് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ നിന്റെ കിഡ്നിയോടും ലിവറിനോടും പാങ്ക്രിയാസിനോടും പോരാടുന്ന ആ പോരിന്റെ ശക്തികൾക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ജയം തരാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ജയം വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് പ്രാണനെ തൊടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. മക്കളെ തൊടാൻ പറഞ്ഞു, മൃഗസമ്പത്തിനെ തൊടാൻ പറഞ്ഞു, ആമേൻ, അനുഗ്രഹങ്ങളെ എല്ലാം തൊടാൻ പറഞ്ഞു. പക്ഷെ യോബിനെ കുറിച്ച് പറഞ്ഞത്, അവന്റെ പ്രാണനെ മാത്രം തൊടരുത്. എന്താ കാര്യം? പിശാചേ, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇയ്യോബിനോട് നീ ചെയ്തു കഴിഞ്ഞിട്ട് നീ കുഴഞ്ഞു പോകുന്നൊരു സമയമുണ്ട്. അന്ന് നീ ഇയ്യോബിൽ നിന്ന് എടുത്തു മാറ്റിയ സകലതും ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതിന് അവനെ പ്രാണനോട് ഇട്ടേക്കണം. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയട്ടെ, പലപ്പോഴും നിങ്ങൾ ദൈവത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, എന്നെ അങ്ങ് എടുക്ക്, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? പലപ്പോഴും നീ ദൈവത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ചെറുതാണ്, എന്നെ ആർക്കും വേണ്ട, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ഒരു ആരോഗ്യമില്ല, പണമില്ല, സ്വസ്ഥതയില്ല, എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നേ? രോഗം വിട്ടുമാറുന്നില്ല, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നേ, ഹെൽപ്പിനാരുമില്ല, കുറ്റം പറയാനും അപവാദം പറയാനും പരിഹാസം അർപ്പിക്കാനും ഒക്കെയാണ് എനിക്ക് ആളുള്ളത്. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നേ? എന്നെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞ എത്ര ദിനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ആ വാക്ക് കേട്ടിട്ട് ദൈവം നിന്നെ എടുത്തില്ലല്ലോ. കഴിഞ്ഞ 8 വർഷം, 4 വർഷം, 3 വർഷമായി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എടുത്തില്ലല്ലോ. ഇങ്ങനെ ദൈവം നിന്നെ ഭൂമി ഇട്ടിരിക്കുന്ന എന്തിനാണ്? സാത്താൻ നിന്റെ മേൽ തോറ്റുപോകുന്നൊരു സമയമുണ്ട് കുഞ്ഞെ. ആ തോൽവി സാത്താൻ സമ്മതിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കും. ഇന്ന് നീ അനുഭവിക്കുന്ന സകല വിഷയത്തിനും അന്ന് ഒരു മറുപടിയുണ്ട്. ഇയ്യോബിന് നഷ്ടപ്പെട്ടു പോയതിലെ ഇരട്ടി കൊടുത്തതുപോലെ നിനക്കും ഇരട്ടി തരും. ഇയ്യോബിന് നഷ്ടപ്പെട്ടു പോയ മക്കളെ ഇരട്ടി കൊടുത്തതുപോലെ ദൈവം നിനക്കും ഇരട്ടി തരും. സമ്പത്ത് ഇരട്ടി കൊടുത്തതുപോലെ ദൈവം നിനക്കും ഇരട്ടി തരും. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേദനയിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നുപോയോ, അതിൽ കൂടെ എല്ലാം അഭിവൃദ്ധിയോടെ കടന്നുപോകുന്ന, കടത്തിവിടുന്ന ഒരു സമയം അതിവിദൂരമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മതി എന്ന് പറഞ്ഞ് പ്രാണനെ നശിപ്പിക്കുവാൻ നിങ്ങൾ തന്നെ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയത് നിങ്ങളുടെ കയ്യബദ്ധമല്ല, ദൈവത്തിന് നിന്നോടുള്ള ദൈവത്തിന്റെ നീതിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മെസ്സേജിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുക. ഗ്രേസ് TV ഓർത്ത് പ്രാർത്ഥിക്കൂ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ വേദനകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രാണനെ തൊടാൻ ദൈവം അനുവദിക്കില്ല. കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ ഉറപ്പിച്ചതിനായി സ്തോത്രം. പല വിഷയങ്ങളുടെ മുഖത്ത് കർത്താവെ, ഞങ്ങളുടെ പ്രാണനെ ഇല്ലാതാക്കാൻ വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗപ്രശ്നങ്ങൾ, കർത്താവെ, തകർച്ചകൾ, ഇതൊക്കെ ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ, നിന്ദകളും പരിഹാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഞങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ, മതി ദൈവമേ എന്ന് ഏലിയാവിനെ പോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രാണനെ എടുക്കാതെ ഇയ്യോബിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെ സംരക്ഷിച്ച് ഇവിടെ വരെ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ സ്നേഹം വലുതാണ്, അതിനുള്ള ഉദ്ദേശം വലുതാണ്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരുടെ പ്രാണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യ ഉള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.